നോക്കാം. ഓ ഇതാണല്ലേ സംഭവം. ലെറ്റ്സ് ഗ്രോ esports. A report claims that cyber security division of the Indian government has recommended discontinuing Battleground Mobile India. A report suggests that we will find out the next few weeks whether Battleground Mobile India will be available in India or not. News 18 reported that a senior official from the Union government cyber security division claimed that the agency has recommended discontinuing BGMI. The reports claims that crimes related to BGMI have alerted the authorities. It goes to outline the illegal entry of foreign national into Indian as one of the factors. ഇത് വീണ്ടും എന്തിൻ്റെ കാര്യത്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഇത് എന്തിൻ്റെ കാര്യത്തിനാണ് ഇതിപ്പം ഇതിനാക്കണേന്ന്. ഒരു ഗെയിം വരുന്നതിന് ഇത്രയും പ്രശ്നമുണ്ടോ? അവസ്ഥ ഇത് നമ്മുടെ മോഡറേറ്റേഴ്സ് പിള്ളേരാണ് കേട്ടോ ഗൈസ്. ഇതെല്ലാവരും എലക്ഷൻ വരുന്നതിൻ്റെ ആയിരിക്കും അല്ലേ? സത്യം പറഞ്ഞ എലക്ഷൻ വരുന്നതിൻ്റെ ആയിരിക്കും അല്ലേ? ഹലോ അത് കാണിക്കാം. എനിക്ക് ഞാൻ മെയിൽ ഐ ഡി അയച്ചുതരാം. മെയിലിലോട്ടൊന്ന് അയച്ചുതരേ. ഓക്കെ. ഒരു മിനിറ്റ് ഗൈസ്, ഒരു മിനിറ്റ്. ഞാൻ മെയിൽ ഐ ഡി ഒന്ന് അയച്ചു കൊടുത്താൽ നമ്മൾ മോഡറേറ്റേഴ്സ് എന്തോ ഒരു ചാരിറ്റിയുടെ ഒരു കാര്യം പറയാനായിരുന്നു. അപ്പോൾ അതൊന്ന് അയച്ചു തരാം. അതൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ലൈവ് കാണുന്ന ഒരു gmail.com. എടാ ഇതിലോട്ടൊന്ന് അയച്ചുതരാം. Meanwhile, they should give more importance for safety and awareness in India. ആരോട് പറയാൻ ഇതൊക്കെ? ബ്രോ, ഇറ്റ്സ് ജസ്റ്റ് എ സോങ്. കടുകുകൾ പൂക്കുമാ വയലുകൾക്കപ്പുറം കുടിലിലേക്കിന്നു ഞാൻ. ഹലോ മോളെ. ബിഗ് ബോസ് ന്യൂ റിക്രൂട്ട്മെന്റ്. വന്നാൽ കൊള്ളാൻ തോന്നിയിട്ടുള്ള ഒരു 10 പേര് പേര് പറയും. പിന്നെ അവരൊരു ഫ്രണ്ട് ഉണ്ടല്ലോ, എന്റെ ആളിയോ ഇതങ്ങനെ വന്നാ പിന്നെ ആ പരിസരത്ത് പോയിട്ട് കാര്യമില്ല. പരിപാടി പോയി ഇതെങ്ങനെ വന്നാ തീർന്നു. മറ്റവര് തുപ്പ് ഞാൻ തൂറി എറിയും പിന്നെ തൊപ്പി സീക്രട്ട് ഏജൻസ്. ഇവര് 5 പേരും കൂടി ഒരു ഷോയിൽ വന്ന് എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരുന്നു. ബിഗ് ബോസിനകത്ത് കാറിനകത്ത് തന്നെ കേട്ടാ. ഒരു നല്ല ഡയറക്ടർ ഇല്ലെങ്കിൽ മോഹൻലാൽ സത്യം. ആരെടുത്താലും ഇങ്ങനെ എടുക്കൂലടാ. ആരെടുത്താലും ഈ സീക്രട്ട് ഏജന്റ് ഇങ്ങനെ എടുക്കൂല. ഇങ്ങനെ ഒരു വിധത്തിൽ കൊണ്ടുവന്നില്ല. ലാലേട്ടൻ നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ മമ്മൂട്ടി ഫാനാണ്, ലാലത്തൻ ഫാൻ അല്ലാന്ന് പറഞ്ഞ് നടക്കുന്ന ആളെയൊക്കെ എങ്ങനെ എടുത്ത് ഇതിനകത്ത് കൊണ്ടുപോകുന്നതാണ്. വന്നാ തീർന്നു കേട്ടാ. എൻ്റെ ആളിയാ ഇജാതി സീനൊക്കെ ആയിരിക്കും. അപ്പം ലാലേട്ടൻ മയിര് വേണ്ടാലോ. സത്യം. അയ്യോ ഇത് ആലോചിച്ച് നോക്കി, ഇത്രയും പേര് വന്ന് എങ്ങനെയാവുന്ന് ഗൈസ്. ഒരു നമ്മുടെ ലൈവ് ഒക്കെ കാണുന്ന ഒരു ആളുടെ അമ്മയാണ്. അപ്പോൾ സ്ക്രീൻ വന്നോ? ഡിസ്പ്ലേ ക്യാപ്ചറാ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പ്രിയപ്പെട്ട എൻ്റെ പേര് വിദ്യാറാണി. എനിക്ക് കഴിഞ്ഞ ദിവസം ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാവുകയും അതുമൂലം ആശുപത്രിയിൽ എത്തിയപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആണെന്നു. അടിയന്തരമായി 5 ലക്ഷം രൂപ ആകും. സാമ്പത്തികമായി പിന്നോക്കമായതിനാൽ ഇത്രയും എമൗണ്ട് കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണ്. അതിനാൽ നിങ്ങൾക്ക് വിലപ്പെട്ട സഹായം തേടുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഒന്ന് കൊടുത്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ ലൈവൊക്കെ കാണുന്ന ഒരു ചെക്കനാണ്. അപ്പോൾ എടാ ഇപ്പം UPI ഇടല്ലേ? ഇപ്പം എൻ്റെ UPI ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തോട്ടായിരിക്കും ചിലപ്പോൾ അയക്കണേ. അതിനകത്തോട്ട് അയക്കല്ലേ? അതല്ല ഗൈസ്, ഇതാണ് GPay നമ്പർ. ഇതാണ്. എടാ മണ്ട നിക്കോണേ, UPI പിൻ ചെയ്ത് വെക്കാതടാ. നിനക്ക് അയ്യോ ബുദ്ധിയില്ലാത്തവൻ്റെ കയ്യിൽ വാള് കൊടുത്തേ എന്നെ പറഞ്ഞാൽ മതി. ഇതാണ് GPay നമ്പർ. ഈ GPay നമ്പർ ഒന്ന് പിൻ ചെയ്ത് വെക്കൂ. ഈ GPay നമ്പർ ഒന്ന് പിൻ. ജെന്യൂനാണ് ഗൈസ്, ജെന്യൂനാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ആ GPayയിലോട്ട് ഒന്ന്
ഈ ജി പേ നമ്പറിലോട്ട് ഒന്ന് അയച്ച് ഒന്ന് സഹായിക്കണം പ്ലീസ്, ദയവ് ചെയ്ത്. ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഒന്ന് പോലെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബാക്ക് ടു റീമേക്ക് റൈറ്റ്സ്. ഹോളിവുഡ് ടു റീമേക്ക് ദിസ് ഫിലിം, വാട്ട് എ അച്ചീവ്മെൻറ്റ്. ദൃശ്യം. ഓ സത്യമല്ലേ എടേ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇവരെ ആണോ കാണിക്കണ്ടേ? ഇവിടെ അല്ലല്ലോ കാണിക്കണ്ടേ, ആണോ? അതാണോ അതിൻ്റെ ന്യായം? ഇവിടെ നമ്മൾ ആരെയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കാണിക്കേണ്ടത്? ലാലേട്ടനെ അല്ലേ? ഇതാണോ കാണിക്കേണ്ടത്? ആദ്യം വന്നത് നമ്മുടെ മലയാളത്തിൽ തന്നെ അല്ലേ പടം? കൊള്ളാം. ഇതാരെ വണ്ടിയാണെന്ന് അറിയില്ല, പക്ഷേ ഇതെൻ്റെ വണ്ടിയാണെന്നുള്ള മട്ടിൽ ഞാൻ അവളെ ഇമ്പ്രസ് ചെയ്യിപ്പിച്ചു. എന്നാൽ അവൾ എന്നെ നോക്കിയില്ല. തീറ്റയും കുടിയും വരെ ജംഗ്ഷനിലാക്കി. എന്നിട്ടും അവൾ എന്നെ ശ്രദ്ധിച്ചില്ല. എനിക്കങ്ങ് ബംഗാളിൽ വരെ പിടിയുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി 1000 രൂപ കൊടുത്ത് ഒരു ബംഗാളിയെ കൂടെ നിർത്തി. എന്നിട്ടും അവൾ എന്നെ ശ്രദ്ധിച്ചില്ല. പെൺപിള്ളേർ പോണ റോഡിൽ കൂടെയാണ് അവിടെ നിൽക്കുന്നത്. അല്ലേ വണ്ടി പോയിട്ട് ചോദിക്കാനും പറയാനുള്ള അന്തസ്സുള്ള ആണുങ്ങളുണ്ട് കേട്ടോ. ഹാഷിർ ഇൻസ്റ്റയിൽ ID ഹാഷിറേ. നീ എവിടെ ഉള്ള? ഞാൻ എവിടെ ഉള്ളതാണ്? നീ എവിടെ ഉള്ളടാ? നീ എവിടെ ഉള്ളടാ? ഞാൻ ഇവിടെ ഉള്ളതാണ്. നീ എവിടെ ഉള്ള? ഇത് കള്ളത്തരമായി പോയി. കള്ളത്തരോ? ഈ കൈ തട്ടുമ്പോ തെറിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഇതിവിടെ തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിൽ കേരളം. പൗരബോധമുള്ളവനാണ് ഹാഷിർ എന്ന് അറിയിക്കാൻ വേണ്ടി വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും കാർ എടുത്തുകൊണ്ട് റോഡിൽ കൊണ്ടിട്ട് സ്വന്തമായി ഒരു ബ്ലോക്ക് ഉണ്ടാക്കി ആ ബ്ലോക്ക് അഴിപ്പിച്ച് അവളെ മുന്നിൽ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ നോക്കി. എന്നാൽ അവൾ എന്നെ മൈൻഡ് അടിച്ചില്ല. അതെന്നെ വല്ലാതെ തളർത്തി കളഞ്ഞു. എന്താടാ ഹാഷിർ നിന്റെ പ്രശ്നം? അതങ്ങനെ ഒരുത്തൻ എല്ലാ ദിവസവും ഇറങ്ങും. ഇതെന്ത് ഹൈ ഹാർട്ട് റേറ്റോ? എടാ, ഇത് എനിക്ക് ചാരിറ്റി സ്ട്രീം ചെയ്യേണ്ട അവസ്ഥയായിരുന്നു തോന്നേട്ടാ. ഹൈ ഹാർട്ട് റേറ്റ് ഒന്ന്. ഓ ഇതാണല്ലേ എൻ്റെ ടൈം ലൈൻ. ആളിപ്പോ കൊള്ളാം. മൈൻഡ് റീഡിങ്. You have 100 rupees on you? Fold the money. Just put it inside. Close the box. Whoever Rahul chooses, you shout out a number. You guys will also add the numbers. Give me a number. 15. You. 84. Yes, you. 43. That red shirt. 1402. Let's do one last number. I'm really giving you a chance. If you want to change your mind, this is your moment to do it. I'm going to add 5322 everybody. Rahul, close your eyes. Plus random numbers on my phone, as many as you want. Can you read out the number for everybody else to add as well? 103-557. 103-557. Does everybody get 110423? You guys gave all the numbers. Even if one number would have been different, the entire calculation would have been different. You gave that note to him? Yes. I haven't even touched it. Can you read out the serial number of the note? 110423. എടാ ഇതൊക്കെ എങ്ങനെയാടാ? ഞാനിവിടെ ഇരുന്ന് മറ്റേ 10ൻ്റെ 60ൻ്റെ ഇടയ്ക്കുള്ളൊരു നമ്പർ ഈ കാർഡിലുണ്ടോ? സ്ക്രിപ്റ്റഡോ? എടാ എന്നാലും ഒരുത്തന്നെയും കഴിവ് നീ ഒന്നും അംഗീകരിച്ചു കൊടുക്കരുത്. എന്തേലും ട്രിക്ക് കാണും, എന്നാലും സ്ക്രിപ്റ്റഡ് എന്ന് പറയരുത്. അത്ര അതിനകത്ത് ഇരിക്കുന്ന ഒരു പൊട്ടന്മാരാ. സ്ക്രിപ്റ്റഡെന്ന് വയ്യ. കാലം പോയ പോക്കേ. അതാ എടാ ഈ വീഡിയോ കണ്ടായിരുന്നു ഞാൻ കമന്റ് ഇട്ട്. എൻ്റെ അമ്മോ, ഇത് വിഷയം സാധനം.
നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാ, ഇത് അങ്ങേരുടെ അവസാനത്തെ മാച്ച് ആണെങ്കിൽ, ഞാൻ പറയാം അവസാനത്തെ സീസൺ ആണെങ്കിൽ, തുടങ്ങിയപ്പോഴും ലോങ് ഹെയറിൽ തുടങ്ങി, എൻ്റെ പാക്കുമ്പോഴും ആ ഒരു ഹെയർ സ്റ്റൈലിലൂടെ എൻ്റെ പാക്കാൻ മനസ്സിലായ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വന്നത് എങ്ങനെയാണോ അതുപോലെ തിരിച്ചു പോകാന്നുള്ള രീതിയിൽ ആ ഹെയർ സ്റ്റൈൽ നോക്ക്. വിഷയം എൻ്റെ അളിയാ, വിഷയം ബാലൻ കെ നായർ റോഡ് അശോകപുരം കാലിക്കട്ട് ഇന്ത്യ. ഇതെന്തിനാടാ This is a 71-year-old നമ്മൾ കണ്ടായിരുന്നത് കേട്ടാ, മാച്ച് തുടങ്ങിയില്ലല്ലോ അല്ലേ. retired veteran, and this is his gaming setup. To start it off, we have the Zydex streaming machine on top, gaming machine on bottom. We have the Elgato lights, you can see. We have the 6 LG monitors, 28-inch monitors, headphones. These things are awesome. You can see the earphone ഇത്രയും മോണിറ്റർ എന്തിനാ? എൻ്റെ ഫ്രണ്ടിലൊരു മോണിറ്റർ, ലെഫ്റ്റിലൊരു മോണിറ്റർ, എന്നിട്ടും കമന്റ് വായിക്കുന്നത് ഇതിനകത്ത്. pads here. I can wear these for hours upon hours with no discomfort whatsoever. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ നാളെ ഒരു PC ബിൽഡ് ചെയ്യുകയാണെങ്കിലും മാക്സിമം മോണിറ്ററിൻ്റെ നമ്പർ കുറയ്ക്കണം. കാരണം എന്ന് പറഞ്ഞാൽ മോണിറ്റേഴ്സ് കൊത്തുന്നത് GPUവിലാണ്. അപ്പോൾ GPUവിൻ്റെ പെർഫോമൻസ് ഈ പറയണത് പോലെ കുറഞ്ഞുകൊണ്ടേയിരിക്കും ഈ ഇത് വലിക്കുന്നത്. നിങ്ങൾ ഗെയിമിങ്ങിനൊരു PC ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ഒരു PC കണക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു മോണിറ്റർ കണക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കമൻ്റ് ഒക്കെ നോക്കാനും സ്ട്രീം ചെയ്യണ ഉള്ള രീതിയിലാണ്, മനസ്സിലായ? കണ്ണിൻ്റെ അല്ല, മാക്സിമം 2 മാക്സിമം 2 ഒരെണ്ണമാണ് ബെറ്റർ. ഗെയിമിങ്ങിന് നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ GPU ഡയറക്റ്റ് എടുക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. പിന്നെല്ലാം വീഡിയോ ക്യാപ്ചർ 2 PC ഉണ്ട്, 2 CPU ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്ചർ കാർഡ് വെച്ച് ചെയ്യാം. And then we have the Vulcan 2 Mini by Rocket and the Vulcan 2 Max by ഈ ഹെഡ്സെറ്റിൻ്റെ വില, ഇതിൻ്റെ മാത്രം വില എനിക്ക് തോന്നുന്നു 29,000-30,000 രൂപ എന്തോ ഉണ്ട് ഇന്ത്യൻ റുപ്പി ഇതിൻ്റെ മാത്രം. Rocket. Then we have 2 Conair by Rocket. The right one is streaming, left one is gaming. You can also see this is Artisan. the new Rocket pad, as you can see right here. RGB pad. This is my system. This is a winner that makes everybody whiners when I crack domes. പുള്ളിയുടെ കൊച്ചുമോൻ ഇങ്ങനെ എന്ന് തട്ടിപ്പോന്ന് പ്രാർത്ഥിച്ചിരിക്കണായിരിക്കും അല്ലേ ഈ റൂം ആക്സസ് ചെയ്യാൻ. ശരിക്കും പറഞ്ഞ അവൻ അങ്ങനെ ആയിരിക്കും ഓരോ ദിവസം ഉറങ്ങണത്. സത്യം പറയാലോ, സത്യം പറയാം, പുള്ളി എന്ന് മടിയാവുമെന്ന് നോക്കിയിരിക്കുമായിരിക്കും ആ ചെറുക്കൻ. ഇതൊന്ന് ഈ റൂമിലൊന്ന് കയറി ഇതെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവൻ വല്ല ചിലപ്പോൾ മറ്റേ പ്രാർത്ഥിച്ച് കൊന്നു കളയും, ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. എന്നാ ഇടല്ലേന്ന് പറഞ്ഞിട്ട് ഇട്ടു. സ്ട്രൈക്ക് മേടിക്കട്ടെ, സ്ട്രൈക്ക് മേടിക്കുമ്പോൾ നാളെ സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് BGM ഇട്ട് വരരുതല്ലേ ബ്രോ. ഒരാളുടെ കഷ്ടപ്പാടാണ് യൂട്യൂബ് ചാനൽ, സ്ട്രൈക്ക് തന്നു എന്തിനാണ് എന്നൊക്കെ പറഞ്ഞ് BGM ഇട്ട് വന്നാൽ തുപ്പി തരും നിനക്ക് ഇവിടെ ചേട്ടാ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞില്ല. ഞങ്ങളുടെ കമ്പനി മൊബൈൽ ഫോണുകളിൽ കൊണ്ടുവരുന്ന ഒരു പുതിയ മാറ്റമാണ് 3 ക്യാമറ, 4 ക്യാമറ, 4 അല്ല 5 ക്യാമറ, 5 ക്യാമറ, 5 ക്യാമറ. ഒരു ഫോണിൽ 5 ക്യാമറ. ഈ ഒരു ക്യാമറയ്ക്ക് 12 മെഗാ പിക്സൽ, 50 മെഗാ പിക്സൽ, ഒരു ക്യാമറ 50 മെഗാ പിക്സൽ, അങ്ങനെ 5 ക്യാമറ 50. ചാറ്റിൽ ആൻഡ്രോയിഡ് വേഴ്സസ് ഐഫോൺ ഒന്നും വെറുതെ ദയവ് ചെയ്ത് അടി ഉണ്ടാക്കല്ലേ പ്ലീസ്. 250 മെഗാ പിക്സൽ ഒരു ഫോണിൽ. ഈ ഒരു ഫോണിൽ തന്നെ സ്റ്റോറേജ് 128 GB, 548 GB, കൂടാതെ 2 TB എക്സ്പാൻഡബിൾ. ഞങ്ങളുടെ പുതിയ ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 50 റുപ്പീസ്, 150,000 റുപ്പീസ്, 1.5 ലക്ഷം രൂപ. 50,000, 50,000 രൂപ. ഈ ഇറങ്ങാൻ പോകുന്ന ഫോണുകളെല്ലാം ഡിസ്പ്ലേ
റൗണ്ട് ഷേപ്പ്. കാലം പോയ പോക്കെ. CID മൂസ് ഇറങ്ങിയിട്ട് 21 വർഷമായി. എന്തോന്ന് 21 വർഷവും. അപ്പൊ എനിക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് സിനിമ ഇറങ്ങിയത്? 5 വയസ്സുള്ളപ്പോഴാണോ പടം ഇറങ്ങിയത് എനിക്ക്? എടാ എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണോ CID മൂസ് ഇറങ്ങിയത്? എന്തൊരു, ഞാൻ ജനിച്ചിട്ടിരുന്ന. എടാ കാലം പോയ പോക്കേ. ഡാർക്ക് സ്കിപ്പ്. The baby knew about it. ഓ, അതെനിക്ക് ഇപ്പോഴാണ് പിടികിട്ടി. എനിക്ക് തോന്നുന്നു നേരത്തെ കൊച്ചിനെ കാണിച്ച് പിടിച്ചു. ഞാനിത് ആലോചിക്കുക എന്താണ്, എനിക്ക് മാത്രം മനസ്സിലായില്ല. സൗണ്ട് കുറച്ച് വെച്ചിരിക്കുവായിരുന്നു. ഇതൊക്കെ എന്താണ് ഇങ്ങനത്തെ റീൽസ് ഒക്കെ കൊണ്ടിടണതിനകത്ത്? പട്ടിയാ എന്നെ പട്ടി അടിച്ചോ. ഈ ഇന്നിയർ ഹെഡ്ഫോൺസ് പിഴച്ച ശബ്ദമാണ്. എൻ്റെ ഫ്രണ്ട് വരച്ചാണ് സപ്പോർട്ട് ചെയ്യണേ. പെൻസിൽ യോഗി. കൊള്ളാം. ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയാണ്. And another thing, when something like this happened to a foreign country, in a foreign country, is how much a person knows about what's happening. This couple went, got the papers, documents, and then there was a check given and somebody click a picture. We are Indian, we know. Like, I count myself as the person in India who know. Everything in India is tick, 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 put it on the news, doing that, da, 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 da. They didn't even know what's going on. Satyam. Anybody said that government told them to take this money and close the case and leave? No. Stop assuming, stop being angry, stop putting that gesture towards anything wrong. Okay? Nobody told them get this money, shut the case, bye. It's not like that. യെസ്, നിങ്ങളല്ലെങ്കിൽ ഇത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കേസിൽ മാത്രമല്ലല്ലോ, നമ്മളിത് വർഷങ്ങളായിട്ട് ഇന്ത്യയെ കണ്ടുവരുന്ന സെനാറിയോ അല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. നിങ്ങൾ നോക്കാം, മലയാളം പറഞ്ഞുതരാം. ഇന്ത്യയിൽ എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിച്ചാൽ വെറുതെ അവർക്ക് മീഡിയക്കാർക്ക് പോലും അറിയത്തില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. വെറുതെ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഇടുന്നു, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു. ആൻഡ് ഒരു റേപ്പ് കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നു, പൈസ കൊടുക്കും, മേടിക്കുന്നു, തിരിച്ചു പോകണു. ഇത്രയേ ഉള്ളൂ. ലൈക്ക് ഇത് വീണ്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഇവിടെ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കണേ ഇവിടെ. ഇതിവിടെ ചോദിക്കാൻ പറയാനല്ല, ഇത് തിരുത്താമൊന്നുമില്ല. ഇവിടെ പീഡന കേസിലകത്ത് പോയവനൊക്കെ തടിച്ചു ഉരുണ്ട് കൊടുത്ത് വീണ്ടും തിരിച്ചു വരും. എന്നിട്ട് പറയും ആ പെങ്കൊച്ചിൻ്റെ വല്ല സായിപ്പ് മതാമ ഇട്ടിരുന്ന ഡ്രസ്സിങ്ങിൻ്റെ കുഴപ്പമാണ്. ഇവിടെ ഇങ്ങനെയാണ്, ഇന്നും മാറില്ല. ഇന്ത്യയിൽ ഇങ്ങനെ തന്നെയാണ്, മാറില്ല. അതാ ഓൾ ടൈം ഫേവറേറ്റ്. என்னடா பண்ணுவ? ஏண்டா வெள்ள பண்ணி எந்த வேலையும் செய்யாம தகுதியான படிப்பும் இல்லாம உங்க அப்பா பணக்காரங்கிற ஒரே காரணத்தினால நோகாம நேரா முதலாளி சீட்ல உக்காந்த உனக்கே இவ்வளவு திமிர் இருக்கே. அப்பா அம்மா கஷ்டப்பட்டு ஸ்கூலுக்கு டொனேஷன் கட்டி എന്ത് ഡയലോഗ് അല്ലേ ഇത്? எல்கேஜில இருந்து 10வது வரைக்கும் ஃபெயில் ஆகாம படிச்சு 10வதுல ஈஸியான குரூப் எல்லாம் விட்டுட்டு இந்த குரூப் எடுத்தாதான் இன்ஜினியர் ஆக முடியும்னு கஷ்டமான குரூப்பா எடுத்து பிசிக்ஸ்க்கு ஒரு டியூஷன், கெமிஸ்ட்ரிக்கு ஒரு டியூஷன், மேக்ஸுக்கு ஒரு டியூஷன், ரோடா அலைஞ்சு அதுக்கு ஃபீஸ் கட்ட பெத்தவங்களை வேற ரோடா அலைய விட்டு பப்ளிக் எக்ஸாம்ல பாஸ் ஆகிறதுக்கு நைட் எல்லாம் பிளாஸ்க்ல டீ வச்சு படிச்சு காலையில அலாரம் வச்சு எந்திரிச்சு படிச்சு அதுல வாங்குற மார்க் எல்லாம் பத்தாம TNPSC எக்ஸாமுக்கு வேற தனியா ஒரு 2 மாசம் உட்காந்து படிச்சு அதுல வாங்குற கட் ஆஃப் மார்க் யூஸ்
யூஸ்லெஸ்ஸா போய் அம்மா நகைய அடமானம் வச்சு காலேஜ்ல சீட்டு வாங்கி ஃபர்ஸ்ட் இயர்ல இருந்து 4th இயர் வரைக்கும் வச்ச அரியர்லாம் 4th இயர்ல மொத்தமா கிளியர் பண்ணி இந்த சொசைட்டிக்குள்ள நுழைஞ்சா இந்த சொசைட்டி என்ன வேலை இல்லைன்னு செருப்பால அடிச்சு ரோடா வேலை தேடி அலைஞ்சு ഈ ഡയലോഗ് ഇങ്ങനെ കാണാതെ പഠിച്ച് പറയുമായിരിക്കൂ. 3 வருஷம் 4 வருஷம் வீட்டுல தண்டமா உக்காந்து அப்பா என்ன தண்டச்சோறுன்னு திட்டி சாப்பிடுற ஒவ்வொரு வாய் சாப்பாடும் தொண்டையில சிக்கி வலிச்சு இறங்கி எவனோ ஒரு புண்ணியவான் கடைசியில ஒரு நல்ல மனுஷன் எனக்கு வேலை கொடுத்து அதையும் புடிங்க நினைக்கிற உன்ன மாதிரி ஒரு புறம்போக்கெல்லாம் சமாளிச்சு இன்னைக்கு உன் முன்னாடி நின்னு பேசிக்கிட்டு இருக்கிற வேலையில்லா பட்டதாரி எனக்கு எவ்வளவு திமிரா இருக்கும். എന്റെ അമ്മോ. എടേ ഇത്രയും ഡയലോഗ് കാണാതെ പഠിച്ച് കീടിലുമായിട്ട് പ്രസന്റ് ചെയ്ത് നമ്മുടെ VCയിൽ കൊണ്ടിടുന്ന ഒരാൾക്ക് 2000 രൂപ. ഇത്രയും ഡയലോഗ് വൃത്തിയായിട്ടും ഇതായിട്ടും പഠിച്ചുകൊണ്ടുവന്ന് വീഡിയോ എടുത്ത് നമ്മുടെ അതിനകത്ത് കൊണ്ടിടണം. നമ്മൾ വേണം ഒരു VC ഓപ്പൺ ചെയ്ത് തരാം. ഇവിടെ മോഡറേറ്റേഴ്സ് ഉണ്ട്. കൊണ്ടിടുന്നവന് 2000 രൂപ. ഓക്കെ കറക്റ്റായിട്ട് പറയണം കേട്ടോ. കറക്റ്റായിട്ട് പറഞ്ഞ് ഇതാകണം. നമ്മുടെ വീഡിയോ കൊണ്ടിടണം വിത്ത് വീഡിയോ. ഓഡിയോ ഒന്നും മാത്രം പോരാ വിത്ത് വീഡിയോ ഇടണം. പക്ഷെ എന്നെ റേപ്പ് ചെയ്തപ്പോൾ ഞാൻ എതിർക്കാതിരുന്നത് ജീവഭയം കൊണ്ടാണ്. അത് കൺസെന്റ് അല്ല. കൺസെന്റ് ആയിട്ട് വ്യാഖ്യാനിക്കാനും ശ്രമിക്കണ്ട. ദിസ് ഈസ് ക്വൈറ്റ് സർപ്രൈസിംഗ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റേപ്പ് വിക്ടിമിനെ ഞാൻ കാണുന്നത്. ഒരു റേപ്പിനിടയ്ക്ക് അക്ഷോഭ്യയായി അയാളുടെ മുഖത്ത് തലോടുക, എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ കോടതിയുടെ മുമ്പിൽ വന്ന് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയും. യുവർ ഓണർ, ഇവിടെ ഒരു റേപ്പ് നടന്നിട്ടുണ്ടോ എന്ന് പോലും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും ഉദ്ദേശം എന്താണെന്നും വ്യക്തമായിരിക്കുന്നു. യഥാർത്ഥത്തിൽ റേപ്പിന് വിധേയ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒന്നും പെരുമാറാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവർ പെരുമാറുന്നത്? ഈ ഡയലോഗ് തിയേറ്ററിൽ എനിക്ക് അപമാനം ഭയന്ന് എല്ലാം ഉള്ളിലൊതുക്കി വിധിയെന്ന് കരുതി സ്വയം ആശ്വസിച്ച് നിശബ്ദരായിരിക്കണമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. കാലം മാറിച്ചാൽ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനല്ല. അവർ വ്യക്തമായി വിളിച്ചു പറയും ആരാ, എന്താ, എങ്ങനെയാന്ന്. അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത താങ്കളുടെ പ്രായത്തിന്റെ സങ്കുചിത മനസ്സിന്റെ പ്രശ്നമാണ്. വിഷയം ഫിലിമായിരുന്നു കേട്ടോ. കുറെ നാൾക്ക് ശേഷം ലാലേട്ടന്റെ ഒരു നല്ല പടം കാണാൻ പറ്റിയത് സത്യം പറയാം. ഇതാരാ വന്നേ? ഹലോ. ഹായ് മാമൻ. എനിക്ക് 2000 രൂപയാണ് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ 2000 രൂപ കൊടുക്കണം എന്ന് പറയാനായിട്ട് ഡിസ്കണക്ട് അടിച്ച് വിട്ട് ട്രോൾസ്. ഐഫോണിന്റെ കൂളറോ സാമാനത്തിന് 2 ഫോണിന്റെ വില ഉണ്ടാവും. ഈ സാമാനത്തിന് ഇനി 2 ഫോണിന്റെ വില ഉണ്ടാവും. ഇനി ഇത് കൂളർ ഇതാണ് ഫോണിന്റെ ബാക്കിൽ കണക്ട് ചെയ്യുന്നത്. ഇനി മറ്റേ ഐസൊക്കെ ഫോണിനകത്തോട്ട് കയറ്റി വിട്ടിട്ട് വെള്ളമായിട്ട് ഓവർ കൂൾഡ് ആയിട്ട് അകത്ത് പോയി പൊട്ടിത്തെക്കിനി കയ്യിലിരുന്ന് വെള്ളം കയറി ഷോർട്ട് സർക്യൂട്ട് ആയി പൊട്ടിത്തെറിച്ച് മരിക്കണം. അതാണ് അടുത്തത്. ഒന്നും ചെയ്യേണ്ട. എടാ ഇതൊന്നും വേണ്ട. ഞാൻ പറയാം, ഐഫോൺ ആണ് കയ്യിലിരിക്കുന്നതെങ്കിൽ ഒരു ചെറിയ ഫാൻ മതി. അടുത്തൊരു ചെറിയ ഫാനോ കൂളറോ മതി. ചെറിയൊരു ഫാനോ കൂളറോ ഉണ്ടെങ്കിൽ വലിയ ലാഗൊന്നും വരത്തില്ല ഐഫോൺ ആണെങ്കിൽ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. വിത്ത് 70% എക്സ്ട്രാ വേപ്പർ ചേംബർ S24 Ultra. എനിക്ക് S24 പ്രൊമോട്ട് ചെയ്യണമാരെ എനിക്ക് കണ്ണെടുത്താ എനിക്ക് കണ്ടുകൂടാ. ഇപ്പം ഇങ്ങനെ കുറച്ച് അണ്ണാമണ്ണികൾക്ക് ഈ ഫോൺ കൊടുത്തോടെ ഞാൻ ആ ബ്രാൻഡ് വെറുത്ത്. സത്യം പറയാലോ, ബ്രാൻഡ് ഞാൻ വെറുത്ത്. എവിടെ നോക്കിയാലും CM ഉണ്ട്. എന്താ അവൻ മറ്റേ പെണ്ണിന് വരെ വണ്ടിയെ പ്രേമിച്ചോണ്ടാണ്. അവൻ വണ്ടി പ്രൊഫൈലിലെല്ലാം അവനുണ്ടാവും. മനസ്സിലായോ? ചെക്കൻ ചുമ്മാ. ഇങ്ങനെയുള്ള പുതുതലമുറയാണ് ഇന്ത്യക്ക് വേണ്ടുന്നത്.
സാറേ ഞാൻ അമ്പലത്തിൽ പോകാറില്ല. സ്കൂളിൽ പോയാൽ പഠിക്കാം, स्कूल जाएंगे पढ़ेंगे तब कि भगवान हमको എന്നാൽ അമ്പലത്തിൽ പോയ ദൈവം എന്ത് തരും? क्या अल्लाह कर देंगे भगवान हमको सर എത്ര വയസ്സുണ്ട് നിനക്ക്? 13 വയസ്സിൽ ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടി? सर स्कूल गए तब से ले लिए സ്കൂളിൽ പോയപ്പോൾ മുതൽ കിട്ടി. അമ്പലത്തിൽ പോയാൽ എന്താണ് സംഭവിക്കുന്നത്? मंदिर जाते तो हम वही फिर मांगना पड़ता हमको भैया दे ചേട്ടാ 2 രൂപയോ 4 രൂപയോ തരുമെന്ന്. दो इधर दे दो भैया 2 रुपए दे दो 4 रुपए यही मांगना पड़ता അത് ചോദിക്കേണ്ടി വരും. सरकार आपका कितना ध्यान रखती है, आपको मिड डे मील देती है, आपको खाने को देती है. क्या देती है सर 5 किलो में कितना 5 किलो എന്ത് 5 കിലോ അരി എത്ര ദിവസം കഴിക്കാൻ പറ്റും? भैया मोदी മോദിജി പറയുന്നത് എല്ലാവർക്കും ഒരുമിച്ച് എല്ലാവർക്കും വികസനം. जी तो ये कहते हैं कि सबका साथ सबका विकास. मोदी सिर्फ कहते हैं മോദി പറയുക മാത്രമേ ഉള്ളൂ, लेकिन करते नहीं है कुछ भी नहीं എന്നാൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. वो तो वाराणसी में जाते हैं, कहते हैं मेरे को गंगा माने. हमारे यहाँ है क्या सर वो वाराणसी में आते അദ്ദേഹം പറയുന്നത് വാരണാസിയിൽ हैं तो വരുമ്പോൾ कहते हैं मुझे गंगा माने. പറയുന്നത് ഗംഗ വിളിച്ചു നിന്നാണല്ലോ. बुलाया है. उनको फोन किया हमने അദ്ദേഹത്തെ ഫോൺ വിളിച്ചു. അദ്ദേഹത്തെ हमको तो नहीं किया हमको तो मंदिर नहीं അമ്പലത്തിൽ പോവാറില്ല. नहीं है मैं तो नहीं जा रहा കലാശക്കോട്ട സ്റ്റാർട്ടായിരുന്നു. എന്തുകൊണ്ടാണ് वैसे ही नहीं പോകുന്നത്? करता हमें कुछ मिले എന്തിനാണ് പോകുന്നത്? അവിടെ പോയിട്ട് ഒന്നും मंदिर കിട്ടുന്നില്ലെങ്കിൽ में तो जाकर क्या करेंगे പിന്നെ പോയിട്ട് जितना എന്ത് मंदिर ചെയ്യാനാ? में टाइम वेस्ट करेंगे उतना स्कूल में അമ്പലത്തിൽ സമയം കളയണം, കറങ്ങി ഇത് സ്കൂളിൽ കുറ്റം പോയാൽ പറയണേ. എന്തെങ്കിലും പഠിക്കാൻ പറ്റും. സത്യം, അതൊരു സത്യമാണ്. അമ്പലത്തിൽ എന്ത് കരുതി പോകണ്ട എന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് ഏത് മതത്തിലാണോ ഏത് ഇതിലാണോ വിശ്വാസം നിങ്ങൾക്കത് ഉപയോഗിക്കാം. പക്ഷേ അല്ലെ അതിൽ വിശ്വസിക്കാം, പക്ഷെ ഓവറായിട്ട് അതിൽ മാത്രം ഒഴുകിയിരിക്കരുത്. അങ്ങ് പറയുക ടൈഗർ ഈസ് ഗോയിങ്, ലയൺ ഈസ് കമ്മിങ്. അയ്യോ ഇങ്ങനൊന്നും കാണിക്കല്ലേ. ഇങ്ങനൊന്നും കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബ്രെയിൻ ഡെഡ് വിരാട് കോഹ്ലി ഫാൻസ് മറ്റേ തുപ്പിത്തരും. ഇങ്ങനൊന്നും കാണിക്കരുത്. അവർക്ക് എന്ന് പറഞ്ഞാൽ ലൈനും ടയറും എല്ലാം പുള്ളി തന്നെയാണ്. ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോഴത്തെ VCയുടെ അടി അല്ല ഈ വീഡിയോകളുടെ അടിയിൽ ധോണിയെ പറ്റിയൊക്കെ ഓരോ കൊച്ചുപുണ്ടകൾ വന്നിരുന്ന് കമൻ്റ് ഇടുന്ന കാണുമ്പോൾ ഇവൻ്റെയൊക്കെ ഓരോ പ്രൊഫൈൽ എടുത്ത് നോക്കണം. ഇവൻ്റെയൊക്കെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ സാധനം പോലും മുളയ്ക്കാത്ത കുറേ അച്ചികൾ ഇങ്ങനെ ഇരുന്ന് കമൻ്റ് ഇടും. എല്ലാവരും ഇന്ത്യക്ക് വേണ്ടിയാണ് കളിക്കണത്, ഇന്ത്യക്ക് വേണ്ടിയാണ് കളിക്കണത് എന്നുള്ള സത്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇജാതി ഫുണ്ടുകൾ എൻ്റെ അമ്മോ. ധോണി മറ്റേ ഇത് മാത്രം തുഴയിലാണ് അതാണെന്ന്. പിന്നെ പുള്ളി എങ്ങനെയാണ് ഇന്ത്യൻ ടീമിൽ വന്നത്? പുള്ളിക്ക് തുഴയെ മാത്രം അറിയത്തുള്ളെങ്കിൽ എനിക്ക് രണ്ടുപേരെ ഇഷ്ടമാണ്. രണ്ടുപേരെ നല്ല കളിക്കണ എല്ലാവരും ഇഷ്ടമാണ്. ധോണി ഫാൻസ് മോശമല്ല. ബ്രോ ഞാൻ എല്ലാവരുടെയും കാര്യം പറഞ്ഞേ, ധോണിയുടെ ഫാൻസിന്റെ കാര്യം ഇവിടെ തന്നെയാ പറഞ്ഞേ. ഈ ബുദ്ധിയില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. ഈ രണ്ട് സൈഡിലുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഈ രണ്ടുപേരും ഇന്ത്യക്ക് വേണ്ടിയാണ് കളിക്കുന്നത്, നമുക്ക് വേണ്ടിയാണ് കളിക്കുന്നത് ആലോചിച്ചാൽ മതി. അത്രേ ഉള്ളൂ. വാട്ട് ഹാപ്പൻ ടു മലയാളം ഇൻഡസ്ട്രീസ് ബട്ട് നൗ? Let me tell you the dark period which happened in Kerala, where I used to predominantly keep shouting because I'm a great fan and I've trained in Malayalam cinema. It was dark. It was very dark. I said, you must be ashamed. What happened to my Malayalam cinema? Where has it gone? രാജമൗലി സാർ said exactly this. ഇതെല്ലാം അവിടെ ഉണ്ട്. ഒരു സ്പാർക്ക് വന്നാൽ പിന്നെ മലയാളം എല്ലാം നല്ല പടമാണ്. Wonderful work is being done now. ഓ ആടുജീവിതം, ആവേശം ഏതൊക്കെ വരാനുണ്ടല്ലോ ഇനി. ഇപ്പൊ ഈ വർഷം ഇറങ്ങിയ എല്ലാം നല്ല പടങ്ങളാണ്. ബീങ് എ ലാലേട്ടൻ ഫാൻ, മറ്റേ വാലിബനൊഴിച്ച്.